ഐഫോൺ ഉപയോഗിക്കുമ്പോൾ ഐഫോണിൻ്റെ വോളിയം കുറവായിട്ട് തോന്നുന്നതും ടച്ച് സെൻസിറ്റിവിറ്റി കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത നമുക്ക് ഐഫോണിനകത്തുള്ള സെറ്റിംഗ്സുകൾ കൃത്യമായിട്ട് ചെയ്ത് വയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഐഫോണിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വോളിയം കൂടുതലായിട്ട് കിട്ടുന്നതിനുമായിട്ട്, അതായത് വോളിയം നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം കുറവായിട്ട് തോന്നുമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ടുള്ള 2 സെറ്റിംഗ്സുകൾ ഐഫോണിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് പരിശോധിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കൂടെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇതുപോലുള്ള ടെക്നിക്കൽ ടിപ്സുകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഈ 2 സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്യുന്നതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. ഈ ആക്സസിബിലിറ്റി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് താഴേക്കായി വരുമ്പോൾ ടച്ച് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ടച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അസിസ്റ്റീവ് ടച്ച് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അസിസ്റ്റീവ് ടച്ചിനകത്തായി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തായി കുറച്ചും താഴേക്കായി പോകുമ്പോൾ നിങ്ങളിവിടെ കാണാൻ കിട്ടും ട്രാക്കിംഗ് സെൻസിറ്റിവിറ്റി. ഏറ്റവും താഴെയായിട്ട് ആമയുടെ മോഡൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തൊട്ട് ലാസ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ മുയലിൻ്റെ ഓപ്ഷനിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ ആമയിൽ നിന്നും മുയലിലേക്ക് നീക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്ത് വയ്ക്കുക. അടുത്തതിൽ നിന്ന് പുറകിലേക്ക് വന്നതിന് ശേഷം നമുക്കിനി അടുത്തായി പോകേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് തന്നെയുള്ള സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്കാണ്. ഈ സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന ബിൽറ്റ് ഇൻ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോയി വോളിയം ലിമിറ്റ് എന്നുള്ളത് പോയിട്ട് ലിമിറ്റ് മാക്സിമം വോളിയം എന്നുള്ളതിലേക്ക് കൊടുത്തതിന് ശേഷം മാക്സിമം ലിമിറ്റ് 60% എന്നുള്ളതിനെ നിങ്ങൾ 90% എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 സെറ്റിംഗ്സിലും ഐഫോണിനകത്ത് പോയി നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറുകളാണ്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്നുള്ളതാണ് സത്യം.